കൊല്ലം ചാത്തന്നൂരിൽ നിലം നികത്തൽ വ്യാപകം. ഊറാംവിള ലക്ഷം വീട് കോളനിക്ക് സമീപമാണ് രാത്രികാലങ്ങളിൽ വ്യാപകമായി അനധികൃത നിലം നികത്തൽ നടക്കുന്നത്. ഊറം ലക്ഷം വീട് കോളനിക്ക് സമീപമുള്ള നിലമാണ് ഇരുളിന്റെ മറവിൽ വ്യാപകമായി നികത്തുന്നത്. പലതവണ പ്രദേശവാസികൾ തടഞ്ഞതോടെ വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശത്തിൽ നിർത്തിവെച്ചിരുന്ന നിലം നികത്തൽ രാത്രിയുടെ മറവിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. മഴക്കാലത്ത് തോട് കരകവിഞ്ഞ് പ്രദേശത്ത് വെള്ളം കയറുന്ന സ്ഥിതി നിലനിൽക്കെ വീണ്ടും വയൽ നികത്തുന്നതോടെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലാകും. അവിടെ മഴ പെയ്താൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ വരവ് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഇതറിയാൻ പറ്റൂ. അപ്പോൾ ഒരേ വീടുകളിൽ ഇവർ ഈ മണ്ണിങ്ങനെ ഇട്ടത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അവരത് ചെയ്യരുതെന്ന് പറഞ്ഞ് പിന്നെയും അവർക്കുള്ള കയ്യിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ താമസമുണ്ട്. ഇത് നടക്കത്തില്ല. ഇത് നീക്കം ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പാവപ്പെട്ടവർ, ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ലാത്ത ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. അപ്പോൾ അവരിത് ചെയ്തപ്പോഴത്തേന് ഇന്ന് രാത്രി കൊണ്ടാണ് അവർ ഈ മണ്ണ് രാത്രി കൊണ്ടത് അടിച്ചിട്ട്. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവരിത് ചെയ്യത്തില്ല. എന്നിട്ട് ഇവർക്ക് ഇത് ആദ്യം ഇട്ട സമയത്തെ ഒരു വാണിംഗ് കൊടുത്തതാണ്. ആ വാണിംഗ് കൊടുത്തിട്ട് അവരത് പാതിരാത്രിക്ക് അവർ ഈ മണ്ണിറക്കി ഞങ്ങളെപ്പോലെ സാധാരണക്കാരൊക്കെ ജീവിക്കാനുള്ളതാണ് ഇവിടെ. ഇത് കോടികൾ ആസ്തിയുള്ള ഒരു മനുഷ്യൻ്റെതാണ് ഇത്. പ്രദേശത്തു നിന്നും 100 മീറ്റർ അകലെയാണ് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുന്നിലൂടെ മണ്ണുമായിട്ട് ലോറികൾ ഓടിയിട്ടും പോലീസും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വില്ലേജ് ഓഫീസർ ഇടപെട്ട് വയൽ നികത്തുന്നത് നിർത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അടിയന്തരമായിട്ട് വില്ലേജ് ഓഫീസർ ഇടപെടണം. നിയമപരമായിട്ട് ഇടപെട്ട് ഇതിൻ്റെ നടപടി സ്വീകരിച്ച് പട്ടികജാതി കോളനി താമസിക്കുന്ന ഭാഗമാണ്. ഇവിടെ വെള്ളം തോട്ടിൽ നിന്ന് കയറുന്ന വെള്ളം സൈഡിലോട്ട് കയറി ഇത് മുങ്ങിക്കഴിയുന്നത് അതൊരു വിഷയമാണ്. പിന്നെ അത്യാവശ്യമായിട്ട് നടപടി സ്വീകരിക്കണം. CCTV ഉൾപ്പെടെയുള്ള പ്രദേശമായിട്ടും ഇത് പരിശോധിക്കാനോ മണ്ണടിച്ച ടിപ്പർ ലോറികൾ കണ്ടെത്തുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ചാത്തന്നൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ നിലനിർത്തൽ വ്യാപകമായി നടത്തുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.